the vlog. Hi. Look at my sign കാണിക്കുന്നതല്ല. Look at my ബെഡ്ഷീറ്റിൻ്റെ പുറത്തോട്ട് കൈ ഇങ്ങനെ നീക്കിയതേ ഉള്ളൂ. ഈ നമ്മുടെ ഈ വിരലിൻ്റെ ഈ ഭാഗത്തായിട്ട് തൊലി ഇങ്ങനെ ഇളകി ചെറുതായിട്ടിരിക്കൂലേ, കൈ ഒന്ന് നീക്കിയതേ ഉള്ളൂ. ആ ബെഡ്ഷീറ്റിലെ ഫ്രിക്ഷൻ കാരണം ഇതങ്ങ് അവിടെ സ്റ്റക്കായിരുന്നു. ആ തൊലി അങ്ങ് പോയി, കുറച്ചതേം പോയി, ഭയങ്കരമായിട്ട് നീറുന്നു. ഞാനപ്പോൾ ഡോഡാഷ് വഴി സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്ന് മൈ ഫേവറേറ്റ് റെഡ് ബുൾ, ഇതില്ലാതെ എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. രണ്ടാമത്തത് ബാൻഡേഡ്. ഇത് ഭയങ്കര അത്യാവശ്യമാണ്, കാരണം ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ വന്നു തുടങ്ങി. അത് ബ്ലഡ് അല്ല. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ, ഈ ബാൻഡേഡ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ്. നമ്മൾ ബാൻഡേഡ് എന്ന് പറഞ്ഞാൽ ഈ കയ്യിലൊട്ടിക്കുന്ന എല്ലാ സാധനവും ബാൻഡേഡ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ബാഡ് മീ. നേർന്നു. എനിക്ക് വേദന വീണ്ടും സഹിക്കാൻ പറ്റും ഈ നീറ്റൽ. സോ ഇതൊക്കെ ഞാൻ നാട്ടുകാരെ തെറി വിളിക്കുന്നു എന്നല്ലേ പറയുള്ളൂ. നിങ്ങൾ ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കണം, ഇമ്പോർട്ടൻറ്റ് സ്റ്റഫ്. ഓക്കേ. ഈ സാധനം നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഭയങ്കര ചീപ്പാണ്. മറ്റേ എന്താണ്, നാട്ടിൽ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൻ്റെ അകത്തൊക്കെ നമുക്ക് ഭയങ്കര ചീപ്പായിട്ട് 10 6 7 ഒക്കെ മേടിക്കാൻ കിട്ടും. യാക്കൂട്ട്. ഫോക്കസ് അവിടെ. ഈ സാധനം ആക്ച്വലി നമ്മുടെ ലസ്സിയില്ലേ, ലസ്സിയുടെ വേറൊരു വേർഷൻ എന്ന് പറയാൻ പറ്റും. നമ്മളത് പൊളിച്ചിട്ട് കുടിച്ചാൽ മതി. ഭയങ്കര പുളിപ്പും മധുരവും ഒക്കെ ഉള്ളൊരു ടേസ്റ്റാണ്. ഇതൊരു പ്രോബയോട്ടിക് ഡ്രിങ്കാണ്. ഞാൻ ഇന്നലെ ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഒന്നാമത്തത്, ഡൈജഷൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും, നിങ്ങളുടെ ദഹനത്തെ സഹായിക്കും. രണ്ടാമത്തത്, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടും, എനിക്കില്ലാത്ത സാധനം. മൂന്നാമത്തത്, കോൺസ്റ്റിപ്പേഷൻ, തടസ്സം വല്ലതും ഉണ്ടെങ്കിൽ, ഡയറിയ ഉണ്ടെങ്കിൽ, അതായത് വയറിളക്കമാണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യും. അത് കൊള്ളാം അല്ലേ? രണ്ടും ഉണ്ടല്ലോ. ഇൻറ്റസ്റ്റൈനിൽ ബാഡ് ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അത് പോവും. അതുപോലെ തന്നെ ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ കൂട്ടും. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഗട്ട് ബ്രെയിൻ കണക്ഷൻ അടിപൊളിയാക്കുക എന്ന് പറയുന്നത്. എമേർജിംഗ് സ്റ്റഡീസ് സജസ്റ്റ് എ ലിങ്ക് ബിറ്റ്വീൻ ഗട്ട് ഹെൽത്ത് ആൻഡ് മൂഡ് റെഗുലേഷൻ. നമ്മുടെ ഗട്ട് ഹെൽത്ത് എത്രത്തോളം അടിപൊളിയാവുക അതിനനുസരിച്ച് നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് 1 ബോട്ടിൽ കണ്ടെയ്ൻസ് 50 calories. ഗൈസ്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ എനിക്കൊരു കോമൻസും ടെക്സ്റ്റ് മെസ്സേജൊക്കെ ആയിട്ട് വന്നതാണ്. ഞാൻ എന്താ 24 മണിക്കൂറും വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, പുറത്തൊക്കെ ഇറങ്ങി കാണിക്കൂ. എനിക്ക് പുറത്തിറങ്ങാനായിട്ട് ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല, വൺസ് ഇൻ എ വൈൽ മാത്രമേ എനിക്ക് പുറത്തിറങ്ങാനായിട്ട് താല്പര്യമുള്ളൂ. കാരണം ബിസിനസ്സിൽ വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കണം എന്ന ഡിസിഷനോട് കൂടിയാണ് 2017 ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങി, അതിനുശേഷം യൂട്യൂബ് കൺസൾട്ടിങ് തുടങ്ങി കയറി വന്നത്. ദെൻ ഐ ഡിഡ് എ വെരി ബിഗ് മിസ്റ്റേക്ക്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ആ മിസ്റ്റേക്ക് ചെയ്തതിന് ശേഷം ഇനി എനിക്ക് ബാഡ് ഡിസിഷനും മിസ്റ്റേക്കും ഉണ്ടാക്കാനായിട്ട് ടൈമില്ല. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് വീണ്ടും റിക്കവർ ആവാനായിട്ട് ചിലപ്പോൾ ഒരുപാട് ടൈം എടുത്തേക്കാം. എനിക്ക് ബൈ 30s ഒന്ന് റിട്ടയർ ആവണം, ഒന്ന് സെറ്റിൽ ആവണം എന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഇതിനകത്ത് പാക്കിയപ്പോൾ എൻ്റെ ഒരു 2 വർഷം 3 വർഷം പോയി. ആ 2 വർഷം 3 വർഷമാണ് ഞാൻ അവിടെ ആഡ് ചെയ്ത് 30ലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സോ ഐ ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ് ഔട്ട്സൈഡ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലായിരിക്കും ഞാൻ വർക്ക് ചെയ്യുക, കമ്പ്യൂട്ടറിൻ്റെ മുന്നിലായിരിക്കും ഞാൻ ഇരിക്കുക. എനിക്ക് എൻ്റെ ക്ലയൻസിനെ മാനേജ് ചെയ്യണം, അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് മെൻറ്റർഷിപ്പ് ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യണം, അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കണം. അതിലാണ് ഞാൻ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത്. മേ ബി ഈ ഇടയ്ക്ക് ആരോ എൻ്റെ അടുത്ത് പറഞ്ഞതാ ഞാൻ ഭയങ്കര നേർഡാന്നുള്ളത്. മേ ബി ആയിരിക്കും. ബട്ട് ഐ ജസ്റ്റ് ലവ് ബീയിങ് മൈ സെൽഫ്, സിറ്റിംഗ് ഹിയർ, വർക്കിംഗ് ഓൺ സംതിങ്. നമ്മളിപ്പോൾ കുറേ ടാസ്കുകൾ എഴുതി വെച്ചിട്ട് ഓരോ ടാസ്ക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത് പറയുന്ന സമയത്തും ഞാൻ മടി ഇല്ലാത്തൊരു ഒരു പൊന്നുമോനാണെന്ന് ഞാൻ ഒരിക്കലും പറയൂല കേട്ടോ. എനിക്ക് നല്ല മടിയുണ്ട്. നല്ല മടിയെന്ന് പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് ഭയങ്കര മടിയാണ്. ആ സമയത്ത് ഞാൻ ചെയ്യുന്നൊരു പ്രാക്ടീസ് ഉണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഫോൺ സ്ക്രോൾ ചെയ്യൂലേ, ഈ സാധനം ഞാനങ്ങ് ഒഴിവാക്കും. ഫോൺ സ്ക്രോൾ ചെയ്യുന്നത് ഞാനങ്ങ് നിർത്തിയതിന് ശേഷം ഞാൻ ഫോൺ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് കിടന്നിട്ട് നേരെ അട്ടത്തോട്ട് നോക്കും.
അത് എനിക്ക് എത്ര നേരം അങ്ങനെ നോക്കി ഇരിക്കാൻ പറ്റുമോ അത്ര നേരം ഞാൻ നോക്കും. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ എടുക്കുന്നേക്കാളും നമ്മൾ എന്ത് ചെയ്യും, നേരെ വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ഫോൺ നമ്മൾ അവോയ്ഡ് ചെയ്യും. കാരണം നമ്മുടെ ബ്രെയിന് ഫോണുമായിട്ട് ഡിസ്കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ആ ഫോൺ സ്ക്രോൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയിട്ടാണ് നമ്മൾ ആകാശത്തോടും അല്ലെങ്കിൽ അട്ടം നോക്കിയിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ആ ഡിസ്കണക്റ്റ് ആയതിലോട്ട് തിരിച്ചു പോകാനായിട്ട് നമ്മുടെ ബ്രെയിന് ശ്രമിക്കൂല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക്, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനെ തന്നെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കാം. പിന്നെ എനിക്കെൻ്റെ ലൈഫ് കാണിച്ച് ഷോ ഓഫ് ചെയ്യാനല്ല എൻ്റെ താല്പര്യം. ഞാനിത് ഡോക്യുമെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ബിൽഡിങ് സംതിങ് വെരി ബിഗ്. അത് ഫെയിലിയർ ആവോ സക്സസ് ആവോ എന്നൊന്നും എനിക്കിപ്പോൾ അറിയില്ല. എനിക്ക് സക്സസ് ആക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ആ ലെവലിലെത്തപ്പോൾ ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് എനിക്കിത് തിരിച്ചെടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ അത് യൂട്യൂബിലിടുന്നു. മേ ബി ഒരു 10 പേര് കാണുന്നതിൽ ഒരാളെങ്കിലും ഞാൻ ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവും. ഞാനിവിടെ എൻ്റെ സക്സസ് മാത്രമല്ല പറയുന്നത്, ഞാൻ പണി കിട്ടുന്ന സാധനങ്ങളും ഞാൻ പറയും. ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു റീസെൻറ്റ് എക്സ്പീരിയൻസ് ഞാൻ പറയുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഒരാളെ ഹയർ ചെയ്യുന്നുണ്ട് എന്ന് കരുതി, ലെറ്റ്സ് സേ നിങ്ങളൊരു ബിസിനസ് മാൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണ്. നിങ്ങളൊരാൾക്ക് പൈസ കൊടുത്ത് നിങ്ങളൊരു വീഡിയോഗ്രാഫറിനെ വെച്ചു, നിങ്ങളൊരു എഡിറ്ററിനെ വെച്ചു, ഒരു കോണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റിനെ വെച്ചു. പക്ഷേ നമ്മൾ അയാൾക്ക് പൈസ കൊടുക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും ആ ഒരു പേഴ്സണെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെ, ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പൈസ കൊടുത്ത് നിർത്തിയ എൻ്റെ എഡിറ്റേഴ്സിനെയും അതുപോലെ തന്നെ എൻ്റെ വീഡിയോഗ്രാഫേഴ്സിനെയും ഞാൻ ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ എം നോട്ട് അറ്റ് ഓൾ പ്രൗഡ് ഓഫ് ഇറ്റ്. ഐ ജസ്റ്റ് ഹേറ്റ് ദ ഫാക്ട് ദാറ്റ് ഐ ഡിഡ് ദാറ്റ്. ദെർ വർ നോ ഹാം ഫോർ മീ. അവർക്ക് മിസ്റ്റേക്സ് സംഭവിക്കും. അവർ ചിലപ്പോൾ പ്ലാൻ ചെയ്ത രീതിയിൽ ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് ദം ഫീഡ്ബാക്ക്, ഐ വെൻറ്റ് വെരി ബാഡ് അറ്റ് ദം. ഞാൻ അവരെ ഇൻസൾട്ട് ചെയ്തു. ഞാൻ അവരെ ലൈക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബാഡായിട്ട് സംസാരിച്ചു. ഇതൊരു 2-3 വർഷം മുന്നേ ഉള്ളതാ. ബട്ട് ഐ എം നോട്ട് പ്രൗഡ് ഓഫ് ഇറ്റ്. ദാറ്റ് വേർഷൻ ഓഫ് മീ ഞാൻ പറയാം. പിള്ളേരെ, കയ്യിൽ പൈസ വരപ്പം ഒരു മനുഷ്യൻ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 1.5 മാറ്റമായിരിക്കും. കയ്യിൽ പൈസ വരപ്പം നമുക്ക് അഹങ്കാരം കൂടും. ഒന്നിനോട് പേടി തോന്നൂല. ഒന്നും നഷ്ടപ്പെടാനില്ല എന്നൊരു ഫീലിംഗ് വരും. അവിടെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിച്ച് തുടങ്ങുന്നത്. അതായത് നിങ്ങളുടെ എൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ നാശം ആ പോയിന്റിൽ തുടങ്ങിയെന്ന് നിങ്ങൾ കരുതിയാൽ മതി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പിന്നീട് ലേറ്റർ ഓൺ റിയലൈസ് ചെയ്ത് ഞാൻ എന്നെ തന്നെ മാറ്റിയ ഒരു പ്രോസസ്സാണ്. റെസ്പെക്റ്റിംഗ് മൈ പീപ്പിൾ. റെസ്പെക്റ്റിംഗ് മൈ പീപ്പിൾ അറൗണ്ട് മീ, റെസ്പെക്റ്റിംഗ് മൈ സ്റ്റാഫ്, റെസ്പെക്റ്റിംഗ് മൈ എംപ്ലോയീസ്, റെസ്പെക്റ്റിംഗ് മൈ പാരൻസ്. എല്ലാവരും, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട് എന്ന് കരുതി അവരൊരിക്കലും നമ്മുടെ പട്ടിയല്ല. പട്ടിക്ക് നമ്മൾ വീണ്ടും റെസ്പെക്റ്റ് കൊടുക്കും. നമ്മൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. കർമ്മ എന്ന് പറഞ്ഞത് ഭയങ്കര അക്യുറേറ്റാണ്. റീസെൻ്റ്ലി ആ കർമ്മ എനിക്ക് തിരിച്ചു കിട്ടി. റീസെൻ്റ്ലി ഞാനൊരു ക്ലയൻറ്റിനെ ഓൺബോർഡ് ചെയ്തു. പുള്ളിക്കാരൻ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള വലിയൊരു പെർട്ടിക്കുലർ പരിപാടി ചെയ്യുന്ന ആളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മനസ്സിലാക്കിയത് പുള്ളിയുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടീമും എല്ലാം ഉണ്ട്. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വേണം ഞാൻ വർക്ക് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളി വെച്ചിട്ടുള്ള ആ ഒരു ടീം എന്ന് പറഞ്ഞത് ഫിറ്റാണ്. മൊത്തത്തിൽ വള്ളി കേസായി തല കുത്തനിരിക്കുന്നതാണ്. സമയത്തിന് കാര്യങ്ങൾ തരില്ല, സമയത്തിന് കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോൾ എനിക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പോൾ അവരുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിന് ഇവൻ്റെ അടുത്ത് ആൻസറബിൾ ആവണം. ഞാൻ കോണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടാണ് അതിനകത്തേക്ക് കയറിയത്. ഞാൻ എന്തിന് ഈ അമലെന്ന് പറഞ്ഞാൽ ഇവൻ്റെ അടുത്ത് ആൻസർ ചെയ്യണം, എന്നെ ഹയർ ചെയ്തവൻ്റെ അടുത്ത് ഞാൻ ആൻസർ ചെയ്താൽ പോരെ എന്നുള്ള ലെവലിലുള്ള ആറ്റിറ്റ്യൂഡ് വന്നു. അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പറയുന്നവരൊക്കെ ഏജൻസി തുടങ്ങിയപ്പോൾ ഞാനത് സ്കെയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഷ്ടംപോലെ മനുഷ്യരെ കണ്ടിട്ടുണ്ട്, ഞാൻ ഇഷ്ടംപോലെ ക്ലയൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം വെദർ ഇറ്റ്സ് എ ഗുഡ് ക്ലയൻറ്റ് ഓർ ബാഡ് ക്ലയൻറ്റ് എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്തേക്ക് ഞാൻ ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് മെയിൽ ചെയ്തിട്ടുണ്ടാവും, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു വർക്ക്. കാരണം നമുക്ക് ഫീഡ്ബാക്കുകൾ തരാം. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലേണിംഗ് കേർവ് കാണും. അത് വളരെ നാച്ചുറലാണ്. ഇന്ന് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഇന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി നാളെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടാവില്ല. അത് കാലക്രമേണ ഉണ്ടാവേണ്ടതാണ്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ എറേഴ്സ്, ലൈക്ക് നമ്മളടുത്ത് സ്പെസിഫിക്കലി പറയണം, ഐ വോണ്ട് ദിസ്, ഐ വോണ്ട് ദാറ്റ്,
ഞാനൊരു സിറ്റുവേഷൻ പറയാം. ഇത് എക്സാക്ട്ലി ഒരു സിറ്റുവേഷനാണ്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് തന്നു, വിച്ച് ഈസ് നോട്ട് പാർട്ട് ഓഫ് അവർ കോൺട്രാക്ട്. ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്തതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫൂട്ടേജസ് എല്ലാം ഇട്ടായിരുന്നു. അത് ലോഗിലല്ല ഷൂട്ട് ചെയ്തത്, പ്രോപ്പറായിട്ടല്ല ഷൂട്ട് ചെയ്തത്, പല പല ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സപ്പ് ആയിട്ടുള്ള സാധനം. എടുത്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെ ഗ്രേഡ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഗ്രേഡ് ചെയ്തെടുത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണം. ഫീഡ്ബാക്കാണ് തരാനുള്ളത്, അല്ലാതെ ഇൻസൾട്ട് ചെയ്യല്ല വേണ്ടത്. നമ്മുടെ വർക്കിനെയും റെസ്പെക്റ്റ് ചെയ്യണം, അവരുടെ വർക്കിനെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പൈസ തരുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് തന്നാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ഇനി എല്ലായിടത്തും നിങ്ങൾ ആരായാലും ആ റെസ്പെക്റ്റ് ഇല്ലാത്തടത്ത് വർക്ക് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ വർക്ക് ചെയ്യാനാണെങ്കിൽ ആ പൈസ കൊണ്ട് ഒരു കാര്യമില്ല പിള്ളേരെ. ഫീഡ്ബാക്ക് കൊടുക്കാം, അല്ലാതെ എനിക്കിതൊക്കെ എങ്ങനെ അയക്കാൻ തോന്നി ബ്രോ, നീ ഇതൊക്കെ എന്തിനാ അയച്ചേ, ബ്രോയ്ക്ക് കണ്ണില്ലേ, കാണാൻ പറ്റുന്നില്ലേ, ഇങ്ങനെയൊക്കെയാണോ ചോദിക്കേണ്ടത്? ഞാൻ അവൻ്റെ പൈസ മാത്രം വെച്ചിട്ടല്ല ജീവിക്കുന്നത്. എനിക്ക് അവനേക്കാളും ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയുണ്ട്. ഞാൻ വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ എടുക്കാറുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പൊങ്ങച്ചം പറയുന്നതല്ല, എനിക്ക് ഇഷ്ടം പോലെ ക്ലയൻറ്റ്സ് വരുന്നുണ്ട്, പക്ഷേ ഞാൻ സെലക്റ്റീവായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നുള്ളത്. അതിലേക്ക് എത്താൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. 3-4 മാസം ഒരു ക്ലയൻറ്റ് പോലും ഇല്ലാതെ സഫർ ചെയ്തിട്ടുണ്ട്. സഫർ ചെയ്തെന്ന് പറഞ്ഞാൽ കടം മേടിച്ച് ഞാൻ എൻ്റെ ബ്രാൻഡ് റൺ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കയറി വന്നത്. ഐ നോ ഓൾ ദ എഫേർട്സ്. അയ്യോ, ഒരു വലിയ സ്റ്റോറി പറഞ്ഞ്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലയൻസും ബാഡ് ക്ലയൻസും ഉണ്ട് പിള്ളേരെ. നല്ല അടിപൊളി ക്ലയൻസും ഉണ്ട്, നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലയൻസും ഉണ്ട്, നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന വൃത്തികെട്ട ആറ്റിറ്റ്യൂഡുള്ള ക്ലയൻസും ഉണ്ട്. ഞാൻ വൃത്തികെട്ട ആറ്റിറ്റ്യൂഡുള്ള ക്ലയൻസുമായിട്ട് വർക്ക് ചെയ്യാറില്ല. അങ്ങനെയുള്ളവർക്ക് എൻ്റെ വാല്യൂ കിട്ടേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെയുള്ളവർക്ക് വാല്യൂ കൊടുക്കാനും ആഗ്രഹിക്കുന്നില്ല, അങ്ങനെയുള്ളവർക്ക് പൈസയും വേണ്ട.